നമസ്കാരം. കാവ്യവൽക്കരണം രാജ്യവ്യാപകമായി വലിയ തോതിലാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ കാവ്യവൽക്കരണ ശ്രമങ്ങൾ നീതിപീഠത്തിനുള്ളിലും നിയമപഠനത്തിൽ പോലും സ്പ്രെഡാകുന്നു എന്നുള്ളതാണ്. ഉത്തർപ്രദേശിലെ അലഹദാബാദ് ഹൈക്കോടതിയിൽ അഭിഭാഷകർ കഴിഞ്ഞ ദിവസം കോടതി നടപടികൾ ബഹിഷ്കരിച്ചുള്ള സമരം നടത്തുകയുണ്ടായത്. വ്യക്തിപരമോ തൊഴിൽപരമോ ആനുകൂല്യങ്ങൾക്കോ വേണ്ടിയല്ല ഇത്, മറിച്ച് കോടതികളിലെ കാവ്യവൽക്കരണത്തിനെതിരായിരുന്നു ഇവിടെ നടന്ന പ്രതിഷേധം. അതവർ തുറന്നു പറയുന്നില്ലെങ്കിലും അലഹദാബാദിൽ മാത്രമല്ല, പല കോടതികളിലും കാവ്യചിന്തകളും മതപരവും ദൈവിക മനോഭാവവുമുള്ള ജഡ്ജിമാരുടെ വിചിത്രമായ വിധികളാണ് നാം മാധ്യമങ്ങളിലൂടെ ദിനംപ്രതി അറിയുന്നത്. അലഹദാബാദിലെ ചില വിവരമില്ലാത്ത ജഡ്ജിമാർ അത്തരം വിധികൾ പുറപ്പെടുവിക്കുന്നു എന്ന് മാത്രമല്ല, ഇവർ സ്വയം യജമാനന്മാരായി ഭാവിക്കുന്നു എന്നതാണ് ഇപ്പോൾ അഭിഭാഷകർ ഉയർത്തിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. കാവ്യ മനസ്സുമായി നിയമത്തെ വ്യാഖ്യാനിക്കുകയും അതനുസരിച്ച് വിധി പുറപ്പെടുവിക്കുകയും ചെയ്ത ജഡ്ജിമാർ തന്നെയാണ് ഇത്തരം സ്വയം ദൈവിക ഭാവം പുലർത്തുന്നത്. അങ്ങനെ ഒരു ജഡ്ജിയുടെ വിധി പ്രസ്താവം കഴിഞ്ഞ ദിവസം നാം അറിഞ്ഞിരുന്നു കാണുമല്ലോ. ഒരു കൂട്ടം ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കിയെന്ന് ആരോപിച്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളിയ ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ മതപരിവർത്തന പ്രവണത അവസാനിപ്പിച്ചില്ലെങ്കിൽ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ന്യൂനപക്ഷമാകുമെന്ന നിരീക്ഷണം കൂടിയാണ് നടത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, മനുസ്മൃതിയും ഭാഗവതവും മറ്റും വിധിയോടൊപ്പം വായിച്ചു കേൾപ്പിക്കുക മാത്രമല്ല, അതിന് നിയമവ്യാഖ്യാനം നൽകി വിധി പുറപ്പെടുവിക്കുന്ന പ്രവണതകളും ഈ അടുത്ത കാലത്തുണ്ടായി. അലഹദാബാദിലെ അഭിഭാഷക സമരത്തിന് കാരണം ജഡ്ജിമാരെ ദൈവമെന്ന് സംബോധന ചെയ്യാത്തതിന് ജസ്റ്റിസ് അഗർവാൾ ഉൾപ്പെടെ അപമാനിച്ചു എന്ന പശ്ചാത്തലത്തിലായിരുന്ന നിലപാടിലാണ് വിശ്വസിക്കുന്നു എന്നുള്ളതൊക്കെ അതിദയനീയമായ ഒരു കാര്യം തന്നെയാണ്. മൈ ലോർഡ് എന്ന് തന്നെ അഭിസംബോധന ചെയ്യണമെന്ന് ചില ജഡ്ജിമാർ കടുംപിടുത്തം കാണിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പല ജഡ്ജിമാരെയും അലട്ടുന്ന ഭഗവാൻ മനോഭാവത്തിനെതിരെയാണ് തങ്ങളുടെ പ്രതിഷേധമെന്ന് ഹൈക്കോടതി അഭിഭാഷക സംഘടനയുടെ പ്രസിഡന്റ് അനിൽ തിവാരി പറയുകയുണ്ടായി. തങ്ങളും മനുഷ്യരും പൊതുപ്രവർത്തകരും ഒക്കെ ആണെന്ന് മുകളിലിരിക്കുന്ന കാവ്യ ടീംസും മനസ്സിലാക്കണമെന്നും തിവാരി പറയുകയുണ്ടായി. ഹൈക്കോടതി നീതിയുടെ അമ്പലമൊന്നുമല്ല, മറിച്ച് നീതിന്യായ കോടതിയാണെന്ന് കാവ്യവൽക്കരിക്കുന്ന സംഘകിങ്കരന്മാർ ഒന്ന് തിരിച്ചറിയുന്നത് നന്നായിരിക്കും. സർ, യുവർ ഓണർ അല്ലെങ്കിൽ മന്നാനിയ എന്നിങ്ങനെയുള്ള അഭിവാദനങ്ങൾ ഉപയോഗിക്കാൻ അനുവാദമുണ്ടെന്നും അതേസമയം അത്തരം അഭിസംബോധന ഉപയോഗിക്കുന്നത് ചില ജഡ്ജിമാർക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നും ലോർഡ് എന്ന് തന്നെ വിളിക്കണമെന്നുമാണ് ചിലരുടെ നിലപാടെന്നും അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജഡ്ജിമാരുടെ ഭീകരമായ ഒരു ഫ്യൂഡൽ മനോഭാവം. ലോർഡ് എന്ന് പറയാത്തത് കൊണ്ട് ഹൈക്കോടതിയിലെ ചില ജഡ്ജിമാർ അഭിഭാഷകരോട് മോശമായി പെരുമാറിയെന്നും വാദത്തിനിടെ അവരെ അധിക്ഷേപിച്ചുവെന്നും അഭിഭാഷക സംഘടന കുറ്റപ്പെടുത്തുന്നുണ്ട്.